ഇന്നലെ ഉറങ്ങണ സമയത്ത് ഡ്രസ്സൊന്നും ഇല്ല. ഇവിടെ നോക്ക്, ചിരിക്കേ എവിടെ ചിരിക്കേ. എവിടേക്ക് പോണു നമ്മള്? എവിടേക്ക്? ഹരിണി മാമിനെ അങ്ങോട്ട് പോവാ? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയത് അല്ലേ? ഉറങ്ങുമ്പോ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പെട്ടെന്ന് എണിച്ചിട്ടില്ലേ ഡ്രസ്സ് നോക്കണു പൊതുപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയിട്ട്. ഓ ഡ്രസ്സ് കാണാൻ ഇന്നലെ കിടക്കുമില്ലാത്തോണ്ട് അല്ലേ? എങ്ങനെ വന്ന് കണ്ട് നോക്കായിരിക്കും. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എവിടേക്കാണ് ഗൈസ്? അപ്പൊ ഇന്ന് ചെക്കപ്പ് ആണല്ലോ പോയിട്ട് എന്താണെന്ന് അറിയില്ല. ബേബി തിരിഞ്ഞു വന്നോ എന്താണെന്നൊരു ഇത്. കാരണം നമുക്ക് ഡേറ്റിന് കുറച്ച് ഏകദേശം ഒരു എത്ര ദിവസം, ഒരു 13 ദിവസം എന്തോ ഉള്ളൂ ഡേറ്റിന്. അപ്പൊ ആ ഒരു അത്രയും ഉള്ളത് കൊണ്ട് നമുക്കൊരു ടെൻഷനാണ്. നടക്കുള്ളൂ. അപ്പൊ എന്തായാലും പോയിട്ട് നോക്കണം. അതാ പ്രശ്നം. ഇല്ല, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഡോക്ടറും പറഞ്ഞത് എന്തായാലും റൊട്ടേറ്റ് ആവും തന്നെയാണ്. ഓക്കെ, എക്സസൈസ് ചെയ്തു അല്ലോ, ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും 4 പ്രാവശ്യം ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ലല്ലോ. കാരണം നമ്മള് ഫസ്റ്റത്തെ ഡെലിവറി പോലെ ഫസ്റ്റത്തെ പറയുമ്പോ ഫസ്റ്റത്തെ കുട്ടി വയറിലാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി വയറിൽ തന്നെ. അങ്ങനെയല്ല, അതായത് ഫസ്റ്റ് ചിങ്കിട് മാത്രം വയറുള്ളാവുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും മാനേജ് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ചിങ്കിട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടൈമും കാര്യങ്ങളും എല്ലാം അതിന് പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. വാവച്ചിക്ക് ആ ഒരു ടൈമിൽ വാവച്ചിക്ക് ചെയ്യാനുള്ളത് ഓക്കെയാണ്. കാരണം ഈ പ്രഗ്നൻസിൻ്റെ ഇതായതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വാവച്ചിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാനും കാര്യങ്ങളും പറ്റുള്ളൂ. അതെ, ഫാമിലി പോലെ ആവുമല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളും ഇതൊക്കെ അതിന്റെ ബാക്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നിനൊന്നിനും ടൈം കിട്ടില്ല. അല്ല, അത് അങ്ങനെയുള്ളവർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കണമല്ലോ. അപ്പൊ ഇനിയിപ്പം നോക്കാം, നമുക്ക് റൊട്ടേറ്റ് ആയി വരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഈ ആഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനും പറഞ്ഞത്. അപ്പൊ എന്തായാലും പോയിട്ട് നോക്കാം. നമുക്കാണെങ്കിൽ ടൈം ഭയങ്കര കുറവ്, 13 ദിവസം. ഇനി ശരിക്കും വിരലിലെണ്ണാവുന്ന ദിവസം 10, 12, 13 ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇതില് ചിലപ്പോ 13 ദിവസം കാണാം. വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും റൊട്ടേറ്റ് ആവണം, അതാണ് മെയിൻ നമ്മുടെ ഫസ്റ്റ്. പിന്നെ നമുക്ക് ഇനിയിപ്പോ പെയിന് വരും എന്തോ അതൊന്നും നമ്മുടെ കയ്യിലല്ലോ, ഒന്നും നമുക്ക് പറയാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഇല്ല, എനിക്ക് അല്ല, അതൊരു കാര്യമാണ്. അല്ല, എനിക്ക് പിന്നെ തോന്നണില്ലേ, നമ്മൾ നോർമലി നമ്മൾ വണ്ടിയിൽ റോഡിൽ കൂടെ പോകില്ല, പോണ സമയത്ത് ഉള്ള ഒരു വണ്ടിന്റെ റോഡിന്റെ അവസ്ഥയൊക്കെ അത് വെച്ചിട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം റൊട്ടേറ്റ് ആയി ഡൗട്ട് ഇല്ലാതില്ലല്ലോ. അത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നും. പക്ഷെ അത് എന്താ വെച്ച് കഴിഞ്ഞാല് അതിന് മുമ്പ് തലേദിവസം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് വരെ അല്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന പറഞ്ഞാൽ കാറിൽ പോകുമ്പോൾ അത്രയും സേഫ് ആയിട്ട് മെല്ലെ പോവാറുള്ളൂ. എന്താണ് നമ്മുടെ റോഡിന്റെ അവസ്ഥയൊക്കെ അറിയാലോ നമുക്ക്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ ഇരിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് പോവാറുള്ളൂ. പറയാൻ പറ്റില്ല. കാരണം അതിന് തലേദിവസം വരെ കുഴപ്പമുണ്ടായില്ല, പിന്നെ അത് അങ്ങനെയായി. പക്ഷെ നമുക്ക് അത് പറഞ്ഞിട്ട് പുറത്തിറങ്ങാതിരിക്കാനും കാരണം പറ്റില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ റോഡ് അവസ്ഥയൊക്കെ അങ്ങനെയാണെന്നുണ്ടല്ലോ. തിരിഞ്ഞ് വന്നാൽ അപ്പൊ എന്തായാലും ഞങ്ങൾ ചിരിക്കണോന്നൊന്നും വിചാരിക്കണ്ട. നമുക്ക് എന്തായാലും റൊട്ടേറ്റ് ആയി വരണം തന്നെയാണ് നമുക്കുള്ളത്. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞു നമ്മളിനി ചിരിക്കണോണ്ട് എന്ത് രീതിക്ക് ഇങ്ങനെയാന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ തോന്നാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ. അല്ല, ഞങ്ങൾ ഫസ്റ്റ് മുതൽ തുടക്കം മുതൽ വീഡിയോ കാണുന്നവർക്ക് അത് ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ചിരിച്ചിട്ട് സംസാരിക്കാറുണ്ട്. നമ്മൾ വെറുതെ സങ്കടം മനസ്സിൽ കൊണ്ട് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടൊന്നും ആവശ്യമില്ല. നമ്മൾ പറയേണ്ട കാര്യം പറയാത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇന്ന് സെയിമാണ്, നമുക്ക് 11 മണിക്ക് തന്നെ അവിടെ എത്തണ്ടല്ലോ. ഡോക്ടറിന്റെ ടൈം 11 മണിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ഡോക്ടറിനെ ഒന്നും കാണാനുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം അവിടെ പോയിട്ടാണ്. പെട്ടെന്ന് പോകണം, 8 മണിക്കെങ്കിലും ഇറങ്ങണം, 8 മണിക്കെങ്കിലും ഇറങ്ങണം പറഞ്ഞു. ശരി, ഞാൻ എന്തായാലും ഉറങ്ങിട്ട് വിളിക്കി പറഞ്ഞു. നോക്കുമ്പോ അമ്മയും ഉറങ്ങി, ഇവരും ഉറങ്ങി. അതായത് ചിങ്കിട് ഇന്നലെ നേരത്തെ ഉറങ്ങിയിട്ടാ. അതില് എന്തോ കുഴപ്പമില്ല, എന്നത്തെയും പോലെ ചിങ്കിട് ഇന്നലെ നേരത്തെ ഉറങ്ങി. പക്ഷെ വാവച്ചിയും ഞാനും കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് വാവച്ചിയും കിടക്കും. അതിനുശേഷം ഞാൻ കുറച്ച് നേരം വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് പിന്നെ കിടന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അലാറം അടിച്ചു,
ഞാൻ ഓഫ് ചെയ്ത് കിടക്കണേ, എനിക്ക് ഓർമ്മയില്ല, ബോധമില്ല. എന്നിട്ട് വായിച്ചേ ഞാൻ പുറത്തെടുക്കണം, വായിച്ചപ്പോ ഇവിടെ കിടക്കുക, എന്നെ വന്ന് തുളസി പിടിച്ച് ഞാൻ പെട്ടെന്ന് പേടിച്ചു. എന്തായാലും നമുക്ക് ഇറങ്ങാം. വാ ഈ പീക്കിരിയില്ലേ ഇത്ര നേരം ഉറക്കമായിരുന്നു കേട്ടോ പാവം. അതാ ഇപ്പോഴും പിന്നെ ഉറങ്ങുന്നു. ചിങ്ങടുവിന്റെ ഇല്ലേ ഫേസിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ പോയില്ലോ ദിവസം പറഞ്ഞ അത്ര ഇവിടെ പൊള്ളി പോലെയൊക്കെ, അതായത് ഒരു ഡ്രൈനസ് നല്ല ഉണ്ടായിരുന്നു. മരുന്നും തേക്കാൻ സമയത്ത് നീറിയിട്ടൊക്കെ മൂപ്പര് ഇങ്ങനെ കുറെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും പിന്നില് കുറച്ച് പോവാനുണ്ട്. ഏകദേശം കണ്ട കുറച്ചൊക്കെ പോയി. ഇനി ചെറുതായിട്ട് കുറച്ച് കുരുക്കളും പിന്നെ ചെറുതായിട്ട് അതിൻ്റെ ഒരു പാടും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനുണ്ട്. പക്ഷെ ഇത് വന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങിന് മരുന്ന് കഴിക്കുമ്പോൾ എരിച്ചിലുണ്ട്. അതുപോലെ തന്നെ ഈ പെണ്ണ് കുരച്ചിട്ടാണെങ്കിൽ മരുന്ന് തേക്കുമ്പോൾ എരിച്ചിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം നാക്കിലുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാനും ചില ഫുഡ്, അതായത് കുറച്ച് എരിവുള്ള സംഭവം കുറച്ച് എരിവുള്ള സംഭവം ചിങ്ങിന് പറ്റുന്നില്ല. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുക. മെയിൻ അതൊരു കാര്യമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കഴിക്കാറുള്ളൂ. പക്ഷെ അത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് മനസ്സുമില്ല, ഫുഡ് കഴിക്കാതെ ഇരിക്കാനും പറ്റില്ല. ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പോകുന്നല്ലോ അവൻ. അപ്പൊ നമുക്ക് പോടാ. ഒരാൾ ഉറങ്ങി എണിച്ചപ്പോൾ ഒരാളുടെ മുഖം കണ്ട വീട്ടിൽ നിന്ന് തന്നെ AC ഇരുന്നിട്ട് തോന്നണു അല്ലേ, മൊത്തം ഡ്രൈ ആയിട്ട് വെള്ള പൊടിയായിട്ട്. കാണിച്ചു കൊടുക്കട്ടെ, കണ്ട ഗൈസ് ഇതന്നെ മൂക്കിൽ ഇവിടത്തേക്ക് ഇതൊക്കെ അടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ, വെള്ള പൊടി പോലെ ആയിട്ടുണ്ട്. കഴുത്തിലും ഉണ്ട്. പക്ഷെ ഇതെല്ലാം കഴുത്തിലൊക്കെ നല്ല റെഡ് ഉണ്ടായിരുന്നു അല്ലേ. കാലിലും ഉണ്ട് കേട്ടോ, കാലിൽ വാവുകൊണ്ട് കാണിച്ചിരുന്നു ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് മറ്റേ ക്രീമും കാര്യങ്ങളും തേച്ച് കൊടുക്കണല്ലോ. എന്നാലും മറ്റേ അത് വന്നിട്ട് മോയ്സ്ചറൈസർ അല്ല, മറ്റേ ഇത് മാറാനുള്ളൊരു ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈനെസ് ഉണ്ടാവും. മോയ്സ്ചറൈസർ എടുക്കണമായിരുന്നു അല്ലേ മറന്നുപോയി. കുഴപ്പമില്ല, എന്തായാലും ഇനി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം എന്തായാലും തേച്ച് കൊടുക്കുക. അപ്പം ഇനി ഒന്ന് നോക്കടാ, എൻ്റെ ഗൈസ് മൊത്തത്തിൽ ചുണ്ടൊക്കെ എന്നിട്ട് കാണിച്ചു തരുന്നത്. ഗൈസ് ഒരാൾക്ക് ഇതാ ഫേസൊക്കെ വാഷ് ചെയ്ത് കൊടുത്ത് ക്രീമൊക്കെ തേച്ചു അല്ലേ പൊന്നോ? ക്രീം തേച്ചു പറ. ഇഡ്ഡലി കഴിച്ചു പറ. ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അല്ലേ. എവിടേക്കാ നമുക്ക് പോകണ്ടിനി? ഹനി മാമിനെ കാണാൻ പോവാ. ഒരാള് ഇവിടെ ഹനി മാമിനെ അല്ല കാണേണ്ടത്, ഒരാൾ ഹനി മാമിനെ കാണാൻ പോവാ. ഹനി മാമിനെ കാണാൻ പോവാ എൻ്റെ വരികയാണ്. ഇവിടെ ഹനി മാമല്ലടാ പൊന്നോ, ഹനി മാമ ഇത് കഴിഞ്ഞിട്ട് കാണാട്ടാ. ചൊരുവിധമായി അത്രത്തോടെ ഇരുന്ന് വന്നല്ലേ കാലക്കാട്. ചിങ്കിടോ ക്ഷീണം വരിക. അതെ അതത്രേ ഉള്ളൂ. ഉറക്കില്ലാത്ത ടൈമിൽ തന്നെയാണ് കൂടുതൽ നമുക്ക് ടയേർഡ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ഉറങ്ങി, പക്ഷെ ഞങ്ങൾ ഉറങ്ങാൻ വൈകി. അതാണ് വേറൊരു കാര്യം. ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ളത് ഉണ്ടല്ലോ. പോവാ നമുക്ക്. ചിങ്ങറും അമ്മക്ക് കഴിച്ചു കൂട്ടാ. അമ്മക്ക് കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് ടോക്കൺ എടുക്കണം, എന്നിട്ട് ഡോക്ടറെ കാണിക്കണം. കളിക്കണം അമ്മയും കൂടിയിട്ട്. അപ്പോൾ അതന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് മൂപ്പര് ഇങ്ങനെ ഓടി കളിക്കണം. അതെ ബാത്റൂം കൊണ്ട് വെയിറ്റ് ചെയ്യണം. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ തിരക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ബാത്റൂം പോകാൻ. ബാത്റൂം പോയിട്ട് നമുക്ക് അവിടെ പോയി റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡോക്ടർ വരുമ്പെത്തും. പിന്നെ നമ്മുടെ മുമ്പ് രണ്ടാളുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അമ്മയെ വായിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. കാത്തിരുന്ന് ഇപ്പോൾ വരും കുഞ്ഞെ ചിങ്കിടുവോ. ഇവിടെ പാടി പിന്നെ ഒരാൾ തന്നെ അത് മൂപ്പർക്ക് ഇങ്ങനെ ഓടിക്കളിക്കണം. അങ്ങോട്ട് വാ ഓടി വാ. ഒരാൾ വെയിറ്റ് നോക്കാൻ കയറിയാണ്. 62 എന്താ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെ ആ ദിവസങ്ങളിൽ മാറ്റം വരും. നെക്സ്റ്റ് BP ചെക്കിങ് അല്ലേ. ഇല്ല വെയിറ്റ് വേരിയേഷൻ ഉണ്ട്. അന്ന് കുറച്ച് കുറവ് തന്നെയായിരുന്നു. 200 ഗ്രാം കൂട്ടിയിട്ടുണ്ട്. എന്താ ഇത്
കുറേ ടെസ്റ്റിന് വന്നിട്ട് ഒന്നും അറിയില്ല എന്നിട്ട് എൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇത് ചെക്ക് ചെയ്തതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഡോക്ടർ വന്നാ വരலையா வரல ഡോക്ടർ വന്നാച്ചി ഇനി നമ്മൾ കുറേ കാലം തമിഴ് പറയണം. ഇവിടെ വന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തെന്ന് ചിങ്കുളും കുറച്ച് തമിഴ് പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് തമിഴ് ചിങ്കുളും പഠിക്കും. നീ വാവിച്ചിക്കാണ് ഇനി ആവശ്യം വരിക പറയോ? അതാ ഞാൻ പറഞ്ഞു. അതന്നെ നമ്മൾ പറയുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചു കൊടുക്കണമെന്നില്ല. പക്ഷെ പറയുന്ന സംഭവം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരാൾ പൊരിഞ്ഞ തട്ടലാണ് വയറിൽ കിടന്നിട്ട്. തിരിഞ്ഞാൽ മതി. തിരിഞ്ഞില്ലെങ്കിൽ പിന്നെയും നമ്മൾ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഡേയ്സ് കുറവല്ല. ശരിക്കും കുറച്ച് ദിവസം 13 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതിൽ ഇനിയിപ്പോൾ തിരിയാത്തത് കൊണ്ട് പെട്ടെന്ന് എന്താവുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ വായിച്ച് ഈ ഓപ്പറേഷൻ വേണം മറ്റേ നടക്കുകയാണ്. അവ പറയുന്ന പോലെ ഒന്നുമില്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തുള്ള ഡെലിവറി പെയിൻ സഹിക്കണ്ടല്ലോ എന്നാണ് വായിച്ച് പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞത് എന്താ പറയുക, വെജിനൽ ഡെലിവറി ഞാൻ പറഞ്ഞില്ല, നോർമൽ പറഞ്ഞിട്ട് ദേഷ്യം. അതെന്താണെന്നറിയോ, നോർമൽ ഡെലിവറി സുഖപ്രസവം എന്നൊക്കെ പറയില്ല. അതിനെന്താ ഇത്ര സുഖം എന്നാണ് വായിച്ച് ചോദിക്കുന്നത്. അപ്പം ഞാൻ സിസേറിയൻ വേണം പറഞ്ഞു പെണ്ണില്ലേ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കോമണായിട്ടുള്ള രീതിയിൽ ചക്കപ്പൊക്കെ പോകാൻ പറഞ്ഞു. പണ്ണலாம் തിരിഞ്ഞിട്ടില്ല. തിരിയാൻ കഷ്ടമാണ്. ലാസ്റ്റ് ആയില്ല, 13 ദിവസമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തു. ഇല്ല ഗൈസ്, ബേബി തിരിഞ്ഞു വന്നു. തിരുമ്പിട്ടാങ്ക അല്ല, ഡോക്ടർ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നല്ല ഇറക്കങ്ങെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രീച്ചിൽ തന്നെയാണോ ചോദിച്ചത്. നല്ല ഇറക്കങ്ങ പറഞ്ഞപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ കറക്റ്റ് ആണെന്നാണ് വിചാരിച്ചത്. അല്ല, അപ്പോൾ ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇല്ല, മറ്റേ ഹെഡ് താഴെ വന്നു എന്ന് പറഞ്ഞു. അതായത് ഇനി എന്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് മറ്റേ കിക്കിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് വേദന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണല്ലോ. പിന്നെ കാരണം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവച്ചിക്ക് മേലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് കിക്കിങ് ഒക്കെ ഉള്ളത് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഡോക്ടർ വന്നിട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ഹാപ്പി ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് മറ്റേ സൈഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് മേലെ തന്നെ കിക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഈ ഹെഡ് മേലെ വരുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് മേലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ ബാബേ? പക്ഷെ എന്തോ തിരിഞ്ഞു വന്നു. എന്തായാലും ഭാഗ്യം. തിരിഞ്ഞു വന്നു. ഇതിനെന്തോ പറഞ്ഞു, എന്താണ് കഫാലിക് പൊസിഷൻ അങ്ങനെ എന്തോ ആണ് ഗൈസ്. അങ്ങനെ എന്തോ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത്. നമുക്ക് ബ്രീച്ച് ഇവിടെ വന്നിട്ടാണ് ബ്രീച്ചിന്റെ അറിഞ്ഞ്. മറ്റേത് എന്താണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് വേറെ ഡോക്ടറെ കാണാം. ഇപ്പൊ ഒന്ന് ഉഷാറായി അല്ലേ ബാബേ? അമ്മനൊന്ന് ടെൻഷൻ എടുത്ത് ആവശ്യത്തിന്റെ അടുത്ത് പറഞ്ഞു, അമ്മൻ്റെ അടുത്ത് പറയണ്ട ഗൈസ്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് പോയിട്ട് നമുക്ക് ഹനി മാമിനെയും കാണാൻ പോകാം. ഞങ്ങള് ബേക്കറിയിൽ ബേബിക്ക് വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞു, എനിക്കും വാട്ടർമെലൺ പറഞ്ഞു, അമ്മക്ക് ചായയും പപ്സും ഇല്ലമ്മ. പപ്സ് പറഞ്ഞില്ല, പറഞ്ഞില്ല വേണ്ട. ചിങ്ങടൂന് ഞാൻ കൊടുക്കാം. പിന്നെ വേറെ 3 നൈറ്റ് മേടിക്കണം. വേണ്ട, നമ്മളെ കണ്ടറിയും നമ്മൾ മലയാളികളാണെന്ന് തോന്നുന്നു. അത് വേറെ അതാ അമ്മക്ക് കട്ടനല്ലേ മറന്നു. ചായ ഇടയ്ക്കൊന്ന് കുടിക്കാല്ലേ? അല്ല പിന്നെ വേറെ വഴിയില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറി മാറി മേടിച്ചു കൊടുത്താൽ മതില്ലമ്മ. ഗൈസ്, ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ്. ചിങ്കുട് പോവാ. ഇന്ന് നല്ല വെയിലില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വെയിലില്ല.
അപ്പൊ നല്ല സുഖമായിരുന്നു. പക്ഷെ വേറെ എന്തൊക്കെ കൊണ്ട് സാഡ് ആയിരുന്നു. അതെ, നമ്മള് ബീച്ചിലൊക്കെ ആയതുകൊണ്ട് സാഡ് ആയിരുന്നു. പക്ഷെ നല്ല വെയിൽ. ഇനിയിപ്പോ ഡോക്ടറിനെ കാണാൻ പോവാം. ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് ചിരിയൊക്കെ വന്നിട്ടാ പോണത്. ഞാൻ അത്ര സന്തോഷത്തിലല്ല. അതെന്താ വാവച്ചിക്ക് ഒന്നും പറയണില്ലേ? വാവച്ചി പ്രതീക്ഷയിൽ മാറിപ്പോയി, അതാണ് സംഭവം. സത്യം. ഡോക്ടർ ഇത് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ വരുമ്പോഴേ ചിരിച്ചിരിക്കുന്നേക്കും, അല്ലെങ്കിൽ മൂപ്പര് ചിരിക്കും. എന്താ അറിയേണ്ടത്? അവിടെ ഫിക്സ് ആയോന്ന് അറിയണം. അത് ഇവിടെ വന്ന് നമുക്കറിയാം. കറക്റ്റ് അല്ലേ? നടക്കൂ. ഇന്നലെ ഞാൻ കുറെ ഡ്രസ്സ് തിരുമ്പി, അതുകൊണ്ടാണോ അറിയില്ല. ഡ്രസ്സ് തിരുമ്പിയപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തിരിഞ്ഞാണ് കുട്ടി. പാടാ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇപ്രാവശ്യം ഒരുപാട് ഹോസ്പിറ്റലായി. അത് നമ്മൾ ലാസ്റ്റ് ടൈം അല്ലടാ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുപ്പിച്ച് തോന്നുന്നതാണ്. ആദ്യം രണ്ടാഴ്ച. അതെ, അത് നടക്കൂ. കുട്ടി പോയി കയറുന്നോ? എവിടേക്ക് കയറിക്കോ, ഞാൻ എല്ലാവരും നോക്കാം. പോയിക്കോ. ഇല്ല, ചേച്ചി ഒന്നും ചെയ്യില്ല, പോയിക്കോ. ഗൈസ് വെയിറ്റ് നോക്കാൻ വേണ്ടി വിളിക്കണ്ട. ഇല്ല, പോയിക്കോ. ശരി, നടക്ക്. ഇങ്ങോട്ട് വന്നോ. ചേച്ചി വരൂ ഇപ്പോൾ. ഇല്ല, ബാബാ അവിടെ വാങ്ങിച്ചു വിട്ടിട്ടൊന്നുമില്ലേ? അപ്പൊ ചേച്ചി വരുമ്പോ ഇല്ല. ശരി, ബാ. എത്ര ഉണ്ട്? വെയിറ്റ് എത്ര ഉണ്ട്? 4 ഉണ്ടാ? ബാ കുഞ്ഞു ബാ. നമുക്ക് അതിൽ കളിക്കാം. കിണിങ്ങിനി കളിക്കാം. എന്താ കിണിങ്ങിനി കളിക്കുക? റെഡി? കിണിങ്ങിനി കളിക്കടാ. കിണിങ്ങിനി കളിക്കും. ഇതാണ് കിണിങ്ങിനിൻ്റെ. അതതിന് മേലെ അതൊക്കെ വെച്ചിട്ടാണ്. ഇത് നല്ലൊരു വെറുപ്പിക്കലില്ലാത്തൊരു സൗണ്ടല്ലോ, നല്ല രസമുണ്ട്. വീട്ടിൽ കിണിങ്ങിണി ഉണ്ടതാ, ആ മഞ്ഞ കിണിങ്ങിണി. ഒരാളില്ലേ തിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞിട്ട് മൂഡ് ഓഫ് ആയിരിക്കുന്നുണ്ട. അതെ, ബേബിക്ക് പറഞ്ഞ മനസ്സിലായില്ല. എന്താണെന്നറിയോ, തിരിഞ്ഞു വന്നു പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയുക, ടെൻഷൻ. അല്ല, അതിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കും. ലാസ്റ്റ് ടൈമിൽ തിരിഞ്ഞു വന്നാലും ഇല്ലെങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. തിരിഞ്ഞു വന്നില്ലെങ്കിൽ പെയിന് വരുമോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു ന്യൂസൊക്കെ ഉണ്ടല്ലേ, പെയിൻ വന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. എന്നാലും ഇത് മാക്സിമം അങ്ങനെ ആയിരിക്കുമല്ലോ. അത് പെയിൻ വന്നിട്ടായിരിക്കാം, ബ്ലീഡിങ് വന്നിട്ടായിരിക്കും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ. ചിങ്ങടോ നോക്ക്. ഞാനും അമ്മയും കൂടിയിട്ട്, ഡാഡും അമ്മയും കൂടിയിട്ട് അന്യ മേമിനെ കണ്ടിട്ട് വരാം. കുട്ടിയോട് ഇരുന്നോട്ടാ. കുട്ടി വരണ്ട കാണാൻ പോവാ. പോവാ. ഏതി പോവാ? ചിങ്ങടു എവിടെ കാണാൻ പോവാ? ഏതി പോവാ? നമ്മൾ അന്യ മേമിൻ്റെ അടുത്തേക്ക്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ശരി, പോയിട്ട് വാ. കുട്ടി പോയിട്ട് വാ. അവിടെ ഇരിക്കട്ടെ. താഴെ തന്നെ അല്ലേ ഗൈസ്? നിങ്ങൾ കാണിച്ചിറങ്ങിയില്ലേ? ഇറങ്ങിയില്ല, ഇവിടെ വെയിറ്റ് ചെയ്യണം. വിശന്നല്ല, അതാണ് എന്നോട് ചോദിച്ചു. അല്ല, അതിൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് പറഞ്ഞു, അതിനാണ് കരഞ്ഞു വന്നേ. മമ്മം വേണം പറഞ്ഞു. വേഗം പറഞ്ഞോണ്ടേ ഇരിക്കുന്നു. കുഞ്ഞി എങ്ങനെ കുഞ്ഞാനെ ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ? എങ്ങനെ നോക്കി കാണിച്ചു കൊടുക്ക്. അതാ നാണം വരും. നാണമൊക്കെ ഉണ്ട്. ഞാനും അമ്മയും ഇവിടെ പൊരിഞ്ഞ തീറ്റയിലാണ്. ഇവിടെ രണ്ടാളും നല്ല ഉറക്കം കണ്ട.
വാച്ച് ഞങ്ങൾ നല്ല ഉറക്കം. ഞങ്ങൾ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയാണ്ട. അപ്പം നേരെ അവിടെ എത്തിയിട്ട് എന്താണ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാട്ടാ. രണ്ടാമത്തെ ഡോക്ടറിനെ കണ്ടിട്ട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവർ വീടെത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ വാച്ച് നിങ്ങളുടെ അവിടെ എത്തിയിട്ട് ഏകദേശം എനിക്കുള്ളൂ. അമ്മയും ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങില്ല അമ്മ. അപ്പോൾ കേസ് എന്തായാലും അവിടെ എത്തിയിട്ട് കാര്യം പറഞ്ഞുതരാം. അപ്പം ഞങ്ങൾ വീടെത്താൻ കുറച്ച് ടൈമായി എന്ന് പറഞ്ഞാൽ വരുന്ന വഴി വേറെയും 1-2 സ്ഥലങ്ങൾ പോകാണ്ടായിരുന്നു, കുറച്ച് സംഭവങ്ങൾ ചെയ്ത് വെക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെയ്തിട്ടാണ് വന്നത്. അതിന്റെ ഇടയിൽ ചിങ്കുട് നല്ല ഉറക്കമായിരുന്നു. അവിടെ നിന്ന് ഇതുവരെ ഇവിടെ എത്തിയിട്ട് എണിപ്പിച്ചിട്ട് ആളെണിക്കുള്ളൂ, അത്രയും ഉറക്കം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരം എന്താണ് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണില്ല. പോയിട്ട് നമ്മൾ രണ്ടാമത്തെ ഡോക്ടറിനെ കാണാൻ പോയല്ലോ. അപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയിട്ട് ഡോക്ടർ കുറേ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കുട്ടിനെ കണ്ടുപിടിച്ചു. അതൊരു ഡൗട്ട് ഇട്ടായിരുന്നു, മേലെ തന്നെയാണോ താഴെ തന്നെയാണോ എന്നൊരു ഡൗട്ട്. പക്ഷെ പിടിച്ച് നോക്കിയ സമയത്ത് ഹെഡ് താഴെ തന്നെയാണ്. പക്ഷെ അത് ഫിക്സ് ആയിട്ടില്ല. ഇനിയും ചിലപ്പോ എന്താണ് റൊട്ടേറ്റ് ചെയ്ത് വരാൻ ചാൻസ്. അപ്പൊ നമുക്ക് ആളിനോട് ഫിക്സ് ആക്കി നിർത്തണം. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു കണ്ടിന്യൂ എന്ത് വേണേ, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറഞ്ഞു. സ്റ്റെപ്പ് നടക്കാൻ പോവാ. ആൾക്കാര് പറഞ്ഞ പോലെ തുള്ളല് കുറച്ച് ഒതുക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഡോക്ടർ പറഞ്ഞു തുള്ളിക്കോന്ന് പറഞ്ഞു. എത്ര വേണമെങ്കിൽ കളിച്ചു എന്ന് പറഞ്ഞത്. ഇനി കാരണം അത് ഇനിയിപ്പോ ആള് റൊട്ടേറ്റ് ആയി ഹെഡ് താഴെ വന്നല്ലോ. ഇനി നമുക്ക് ആ ഹെഡിനെ അവിടെ ഫിക്സ് ആക്കണമെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് എന്താണോ കംഫർട്ട്. ഇപ്പൊ ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ ഡാൻസ് നല്ലപോലെ കളിച്ചാലും കുഴപ്പമില്ല. പിന്നെ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ഹെഡ് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി എക്സസൈസുകൾ കുറച്ച് തന്നിട്ടുണ്ട്. കാരണം റിലാക്സ് ആക്കി വിട്ട ആള് ചിലപ്പോൾ പിന്നെയും തിരിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് അതുപോലെ തന്നെ കണ്ടിന്യൂ ആ ഒരു ടൈം വരെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞത്. കിട്ടിയ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ ഹെഡ് താഴെ വരാനുള്ളതും ചെയ്യണം എന്നാണ്. അപ്പൊ ഇനിയിപ്പോ ഈ വീക്ക് നമ്മൾ ഇനി ഹെഡ് താഴെ വരാനുള്ള എക്സസൈസും കണ്ടിന്യൂ എന്താണ് ഇനി മുതൽ ബേബി കിക്കും അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതന്നെ. പക്ഷെ എന്നാലും ഒന്നും കൂടെ കൂടുതലായിട്ട് ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കണം. കിക്കിങ് കൂടുതലുണ്ടോ, കൂടുതലല്ല എപ്പോഴും അനങ്ങുണ്ടോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പെയിന് കാര്യങ്ങളൊക്കെ വന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഗൈസ് എന്തായാലും തിരിഞ്ഞു വന്നു, അതന്നെ വലിയൊരു സമാധാനമാണ്. കാരണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആഴ്ച ഇരുന്നുണ്ടായിരുന്നു. അല്ല ഇനി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഞാൻ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഡോക്ടർ എക്സസൈസ് അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ കണ്ടിന്യൂ എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്കിനി എന്തായാലും ഫിക്സ് ആക്കി നിർത്താലോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ വരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.